അപ്പം എങ്ങനെയുണ്ടായിരുന്നു? എന്തിട്ടാ ഇഷ്ടം? അപ്പയാണോ ചിക്കൻ കറിയാണോ ഇഷ്ടമായ? എന്നാലും ഫസ്റ്റ് മാർക്ക് അതിൻ്റെ കറി, സെക്കൻഡ് അപ്പം. ഇന്നത്തെ അപ്പം ഓക്കെ ആയോ? ഇഷ്ടമായി? ഡബിൾ ഓക്കെ? ആ, പൊളിച്ചു. ആഗ്രഹിച്ച പോലെ അപ്പം കിട്ടിയോ? പഴം തിന്നുകൊണ്ടിരിക്കുക. അപ്പം തിന്നാൻ പോരായിരുന്നോ മോനെ? താങ്കൾക്ക് എൻ്റെ അപ്പത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പം ഓർ കറി? യു ലൈക്ക് ഇറ്റ്? തനിക്ക് വേണ്ടി ഞാൻ വെച്ചതാ. അയിനോ അറിഞ്ഞാ മതി നീ. ആ പീസ് എടുക്ക്. എന്നെ അവഗണിച്ചതാണോ? നാളെ ആൾക്കാർ പറയും താൻ എന്നെ അവഗണിച്ചതാന്ന്. ഡിവൈൻ ഇത്ര സ്നേഹത്തിൽ വെച്ച് തന്ന കറി താൻ അവഗണിച്ചു. മനഃപൂർവ്വമല്ല. ഓക്കെ, പൊക്കോ. അയ്യോ, അങ്ങനെ നിന്ന് തോണു. ഇന്നലത്തെ അപ്പവും ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഓർ ചിക്കൻ കറി, വിച്ച് യു സജസ്റ്റ്? ഗുഡ്. ഷോ, ശരിക്കും ഡാഡി എനിക്ക് ഡബിൾ ടിക്ക് തന്നോളൂ. ഇന്നലെ ബീഫ് ഉണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ? സന്തോഷത്തിൽ പറയുന്നത് തന്നെ ഞാൻ പറയിപ്പിക്കണം. മുതിരയോ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഡബിൾ മൈൻഡഡ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഇന്നലത്തെ പോലെ തന്നെ മോർണിംഗ് വ്ളോഗാണ്. ഇവിടെ എല്ലാവർക്കും അത്ര സുഖമില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വരെ ഡാഡി ആയിരുന്നു. ഡാഡിക്ക് എന്തേ പനി വന്ന് സോഫയിൽ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ഉഴുന്നുവടയാണ്. എന്താണെന്നറിയില്ല, എൻ്റെ 3 മണിയുടെ അലാറം അടിക്കണില്ല എന്നൊരു സംശയമുണ്ട്. കുതിർക്കാൻ വിട്ടുപോയി. എന്നാലും ഞാനൊരു 5:15 എണീറ്റിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം 6 മണിയായി. ഞാൻ 5:45 താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡാഡി സോഫയിൽ കിടക്കണം കണ്ടത്. ഡാഡി അങ്ങനെ ഇങ്ങനെയൊന്നും സോഫയിൽ കിടക്കാറില്ല. അപ്പോൾ വയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചുമയുടെ മരുന്നും പനിയുടെ മരുന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ഇന്നലത്തെ എൻ്റെ ഒരു തലമുടി പിന്നിക്കെട്ടിൽ ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ലുക്കാണ് ഇനി നല്ലത് എന്ന് പറഞ്ഞിരുന്നു. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് മുട്ടി ഇവിടെ കിടക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസാണ്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഉഴുന്നുവടയ്ക്കുള്ളത് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡാഡിയുടെ നല്ല ചുമ കേൾക്കാം. സാമ്പാർ വെക്കണം. ഒരു ട്വിസ്റ്റ് വരുത്തിയൊരു സാമ്പാർ വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ട്രൈ ചെയ്ത് നോക്കാം, നടക്കുമോ എന്നെനിക്കറിയില്ല. പിന്നെ ഉച്ചയ്ക്കത്തേന് ഞാൻ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടില്ല. ബ്ലാങ്കാണ്, ഉറക്കം വരികയാണ്. അതാണ് ബുദ്ധി വികസിച്ച് വർക്ക് ചെയ്യണം ബുദ്ധി. നോക്കാം. അപ്പം നമുക്ക് ആദ്യം കാപ്പി ഇടാം. അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ, ഒരാൾ ചോദിച്ചിരുന്നു, ഇത്ര നേരത്തെ കാപ്പി ഇട്ടാൽ ആറിപ്പോവില്ലേ എല്ലാവരും വന്നതിന് ശേഷം? അങ്ങനെയല്ല, ഇവിടെ ബാച്ചായിട്ടാണ് എഴുന്നേറ്റ് വരിക. അപ്പം ആവശ്യമുള്ളത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കാറാണ് പതിവ്. ആ സമയത്ത് വെക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. നമ്മൾ ഈ ആവശ്യത്തിന് അടുപ്പത്ത് വെക്കുമ്പം പാല് തിളയ്ക്കില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ആവശ്യക്കാർ വരും, കുടിക്കും, പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ലുക്കിന് തന്ന അപ്രിസിയേഷന് ഭയങ്കര നന്ദി. ഇന്നും ഞാൻ ആ ലുക്കിലേക്ക് വരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം സാമ്പാറിൽ ട്വിസ്റ്റ് വരുത്താമെന്ന് വിചാരിച്ചത്. പിന്നെ രാവിലെ അധികം ട്വിസ്റ്റ് വരുത്തിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. പാളിപ്പോയാൽ എന്നത് ദിവസം പോകും. നോർമലായിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. നോർമലായിട്ട് ഞാൻ പച്ചക്കറി ഇടാറില്ല. പിന്നെ മമ്മിക്കും ഒക്കെ പച്ചക്കറി ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ എളുപ്പത്തിന് വെക്കുന്നതാണ്. കിഴങ്ങും ഇത് ഇടാമെന്ന് വിചാരിച്ചു, ക്യാരറ്റും. ചാക്കോയ്ക്കുന്നൊരു എഗ് റൈസും കട്ട്ലറ്റും ഉണ്ടാക്കി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു, ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ചേട്ടന് ബിരിയാണി വലിയ താല്പര്യമില്ല, ഇതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചേട്ടന് ബിരിയാണിയോട് ഒട്ടും താല്പര്യമില്ല. നെയ്ച്ചോറ് പിന്നെയും കുഴപ്പമില്ല. നെയ്ച്ചോറിന് പക്ഷേ റൈസ് ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. നോക്കാം. നെയ്ച്ചോറൊരു ബെറ്റർ ഓപ്ഷനാണ്.
ഞാൻ പരിപ്പ് ഓൾറെഡി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് എടുക്കാം. ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ, വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സൗണ്ട് വേറെ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ തോന്നാത്തത്, ചില സ്ഥലത്ത് ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. മേ ബി അതാവണം. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴിങ്ങനെ ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. വെന്തോളൂ കേട്ടോ മനുഷ്യനെ രാവിലെ ചുറ്റിക്കാനായിട്ട്. ചില ദിവസം അങ്ങനെയാണ്, നമ്മളെ ചുറ്റിക്കാൻ വേണ്ടി തന്നെ. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ഡേ ആണ്. എന്ത് കുക്ക് ചെയ്യണം നമുക്ക് മനസ്സിൽ ഉറപ്പില്ലാത്തൊരു ദിവസമാണ്. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായൊരു മെനു എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് ആ മെനു എൻ്റെ കയ്യിലില്ല. ദറ്റ് ഈസ് ദി പ്രോബ്ലം. കാപ്പിക്ക് പാൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തളിക്കും. എൻ്റെ ഒരു ശ്രദ്ധ മാറാൻ ആ പാല് കഠിനമായി പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് രാവിലെ തുടയ്ക്കാനുള്ള എല്ലാ സ്കോപ്പും ഞാൻ കാണുന്നുണ്ട്. തുടയ്ക്കാനുള്ളൊരു സ്കോപ്പ് കൊടുക്കണ്ട, ഇച്ചിരി കൂട്ടി വെക്കാം. കാപ്പി റെഡി. മീൻസ് പാല് തിളച്ച് വന്നിട്ടുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. കാപ്പി ഞാനിനി മിക്സ് ചെയ്തല്ലേ റെഡി ആവുള്ളൂ അല്ലേ. എൻജിൻ സ്റ്റാർട്ടാവാനുള്ളത് എടുത്തു വെക്കാം. പക്ഷേ ഇത് കുടിച്ച് വരുമ്പം മണിക്കൂറുകളെടുക്കും. പക്ഷെ ഇന്നലെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വേഗം കഴിഞ്ഞു കാപ്പി. ഭയങ്കര സങ്കടമായി എനിക്ക്. നമ്മൾ ടൈം എടുത്ത് കുടിക്കുന്നുണ്ട്, കുറേ നേരം നമുക്കത് കിട്ടുമല്ലോ. പെട്ടെന്നത് അവസാനിച്ചപ്പോൾ ഒരു സങ്കടം വന്നു. വെള്ളം ഒഴിച്ചു നോക്കാം. ഇല്ല, അടി പൊട്ടപ്പിടിക്കും. നമ്മുടെ അധികം മൂടി പിടിപ്പിക്കാത്ത പരിപ്പിലേക്ക് ഇതിടാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ, ഒന്ന് വേഗം വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. തക്കാളി ഇടാം. ചെറുതായിട്ട് അരിയാം, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത് വേവാതിരിക്കാൻ വേഗം എടുക്കുമ്പോൾ അതിങ്ങനെ വലുതായിട്ടിരിക്കും, അതാകുമ്പോൾ ഉടഞ്ഞു പൊക്കോളും. ഞാൻ വേറെ വാളംപുളി അതൊന്നും സാമ്പാറിലിടാറില്ല കേട്ടോ. തക്കാളിയിൽ തന്നെ ഞാൻ ഒതുക്കും. തോമുന് ഇനി നാളെ തൊട്ട് റെഗുലർ ക്ലാസ്സസ്സാണ് പഴയ പോലെ. പക്ഷേ പഴയ ബിൽഡിങ്ങിലായിരിക്കില്ല, ഇപ്പോൾ നടക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പച്ചമുളക് അധികം ഇടണ്ട, 2 പച്ചമുളക് ഇടാം. ഈ കുക്കർ ഞാൻ സെലക്ട് ചെയ്തത് ഒരു പൊട്ട തീരുമാനമായിരുന്നു എന്ന് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നിത്തുടങ്ങും.
ബിക്കോസ് ഇത് ഓൾറെഡി നിറഞ്ഞു. മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പിടാം. സാമ്പാർ പൊടി. സാമ്പാർ പൊടിയിൽ നല്ല എരിവ് കാണും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറച്ചിട്ടത്. സാമ്പാർ പൊടി ഇടുന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ഇട്ടു കേട്ടോ. കുറച്ച്, വളരെ കുറച്ചേ ഇടുകയുള്ളൂ. ഇത് വെന്ത് വന്നു കഴിഞ്ഞ ശേഷം ഞാൻ മല്ലിയില ഇടുകയുള്ളൂ. എല്ലാവരും അങ്ങനെ ആയിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഇത് വെറും തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. നിങ്ങൾ ആധികാരികമായിട്ട് ഇതിനെ ചിന്തിക്കുകയേ ചെയ്യരുത്. 6:25. ഓ, ചില ദിവസം അങ്ങനെയാണ്, സമയം നീങ്ങില്ല. ഇങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം. ഞങ്ങളുടെ ഇവിടുത്തെ തോക്കാണത്, തോക്ക്. അതവിടെ സെറ്റാവട്ടെ. അയ്യോ, സവോള ഇട്ടില്ല. അയ്യോ, ഓ മൈ ഗോഡ്. ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസം നമുക്ക് തലയ്ക്ക് ഭ്രാന്തായിരിക്കും. അങ്ങനെ ഒരു ദിവസമാണ്. എന്തായാലും വ്ലോഗ് എടുക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ രാവിലെ ഈ ഉഴുന്നിടുന്നത് പാളിപ്പോയപ്പോഴേ എൻ്റെ മൂഡ് പോയി. അതാണ്. സബോള വരെ മനുഷ്യനെ കരയിച്ച് തുടങ്ങി. സബോള പണ്ടേ കരയിപ്പിക്കുമായിരുന്നു, എന്നാലും നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്ലോയിലങ്ങ് പറയുന്ന പോലെ സബോള വരെ നമ്മളെ കരയിക്കും. അങ്ങനെയാണ്. ഒരു അര സബോളയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അത് കേട്ടാൽ മതിരിക്കും. അത് ഈ പറഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഉള്ളിയാണ് ടേസ്റ്റ്, പക്ഷെ ഇത് അതും ഇതൊക്കെ ഇട്ടുള്ളതുകൊണ്ട് സബോള ഇടാം. ഇനി ഉള്ളി തൊലി കളയണം നമ്മുടെ ഉഴുന്നുവടയിലേക്ക്. മക്കളെ എല്ലാവരും കൂടെ പുറത്തോട്ട് ചാടി പോവായിക്കോ, വയ്യ തുടയ്ക്കാൻ. അതപ്പോൾ അവിടെ ആവട്ടെ. ചാക്കോയ്ക്ക് പോകാൻ നേരത്ത് റൈസ് ഉണ്ടാക്കാം. എപ്പോഴും ഉണ്ടാക്കി വെച്ചാൽ ഒരു ഗുമ്മുണ്ടാവില്ല. ദാഹിച്ചിട്ട് സംഭവം മഴയും ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല ദാഹമുണ്ട് കേട്ടോ. ഞാൻ ആ സർജറിക്ക് ശേഷം തണുത്ത വെള്ളം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഭയങ്കര കൊതി തോന്നുമ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം കുപ്പി എടുത്ത് പുറത്ത് വെക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തണുപ്പ് കുറഞ്ഞ് വരുമ്പം അത് കുടിക്കും. അങ്ങനെയാണ്. എന്നാലും മോസ്റ്റ്ലി ഒരു കുഞ്ഞു കുപ്പിയിൽ എപ്പോഴും നിറച്ച് വെക്കും. അതാണ് കുടിക്കുക. എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം നിർബന്ധമാണ്. വെള്ളം എനിക്ക് നിർബന്ധമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക,
വിയർക്കോ ഉഷ്ണം എടുക്കോ. ഞാൻ കാരണം ഡോറൊക്കെ അടച്ചിടും, ജനലങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല നമ്മൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഒരു വീർപ്പുമുട്ടൽ ഫീൽ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കും. ഇത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ കേട്ടോ. അത് വെള്ളത്തിലിടാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു. വീണ്ടും നമ്മുടെ പ്ലാനുകളൊക്കെ മാറി ഞാൻ ചോറിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തു. ഞാൻ വെച്ചു ചോറും മുതിരപ്പേരിയും ബീഫ് റോസ്റ്റും വെക്കാം. ചാറ് കറി എന്തെങ്കിലും ഒപ്പിക്കണം, അതാലോചിക്കാം. മോര് കാച്ചിയാലും അല്ലെങ്കിൽ പച്ചമോരടിച്ചാലും കാര്യം സെറ്റാവും. കുതിരാനിടാം, കാരണം കുക്കറിൻ്റെ മൂടി അതാണ്. പറഞ്ഞില്ലേ, ചില ദിവസം നമ്മൾ പ്ലിങ്ങടിച്ച ദിവസങ്ങളാണ്. ഇത് മുതിരപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. എനിക്ക് അറിയത്തില്ല കോട്ടയത്തുണ്ടോയെന്ന്. ഞാൻ പണ്ട് ഭയങ്കര പിക്കി ആയിരുന്നു ഫുഡിന്. എനിക്കിഷ്ടമുള്ളത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ മൂത്തമ്മ. കുറച്ച് കൂടുതൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാത്രി മമ്മിക്ക് കഴിക്കാൻ. കാരണം മമ്മി വെജ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പച്ചക്കറി വേണം. ഫസ്റ്റ് സിപ്പ് കാപ്പി എടുത്തിട്ടുണ്ട്. ഒരു സുഖമാണ്. അപ്പോൾ നമ്മൾ ചോറും ബീഫ് റോസ്റ്റും മുതിരപ്പേരിയും മോര് കാച്ചിയതും ഡൺ. ചോറ് സമയമാകുമ്പോൾ വെക്കാം. നമുക്ക് ബീഫ് റോസ്റ്റിൻ്റെ സാധനങ്ങൾ സെറ്റാക്കാം. ഓൾറെഡി ഒരു സബോള ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നല്ല, അര സബോള നമ്മുടെ സാമ്പാറിൻ്റെ ഇരിക്കുന്നുണ്ട്. എങ്ങനെ അരിയണം? ചെറുതായിട്ട്. എനിക്ക് ഈ സബോള സാധനങ്ങളൊക്കെ ഭയങ്കര പക്കയായിട്ട് വഴറ്റിയെടുക്കണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നൈറ്റിയുടെ ഒരു പ്രശ്നം, എപ്പോഴും നെക്കിറങ്ങിപ്പോവും. അപ്പോൾ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. മോറോവർ ഞാനിവിടെ മൈക്ക് കൂത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റും വരും. ഡാഡി നല്ല ചുമക്കുന്നുണ്ട്. എന്നാലും മരുന്ന് തന്നതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. ബാക്കി സാധനങ്ങൾ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെയിലി ബ്ലെസ്സിങ്സ് കേൾക്കാൻ പോയതുകൊണ്ടാണ് ഒരു ലാഗ് വന്നത് കേട്ടോ. നമ്മളിവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. താളിച്ച് വയ്ക്കണം. ബീഫിനുള്ളത് റെഡിയാക്കാൻ കേട്ടോ. ബീഫ് റോസ്റ്റാണ്. ഇത് ഒഴിഞ്ഞിട്ട് വേണം നമുക്കതിൽ മുതിര വേവിക്കാൻ. ചിലരെങ്കിലും വിചാരിക്കുമ്പോൾ എന്തിട്ട് സാമ്പാർ ഓർക്കുന്നോ. എൻ്റെ സാമ്പാർ പല പേരിലാണ് അറിയപ്പെടുന്നത്. പരിപ്പ് കറി. പക്ഷെ എല്ലാവരും കഴിക്കും കേട്ടോ. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഗതികേട് കൊണ്ടാവണം. അതുപോലെ വേറെ വൈബിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പൊട്ടങ്ങട് ആവശ്യത്തിന് ഇത് പൊട്ടില്ല. ഇത് അടുപ്പത്തിരിക്കുകയില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പൊട്ടണ എന്തെങ്കിലും ശബ്ദം വരുന്നുണ്ട്? ഇല്ല. പിന്നെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
ഓ, ചില ദിവസം നമ്മളെ മെനക്കെടുത്താൻ വേണ്ടി തന്നെ ചീത്ത വിളിച്ചതാണ്. നാട്ടുകാർ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. വേഗം പൊട്ടി. പൊട്ടിക്കോ. എനിക്ക് അധികം കടുക് ഇങ്ങനെ സാമ്പാറിൽ കിടക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ വെക്കുമ്പോൾ വല്ലവരും വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ സ്വയമേ വെക്കുമ്പം എനിക്ക് വലിയ താല്പര്യമില്ല. ഓ മൈ ഗോഡ്, അത് റെഡിയായി. കുറച്ച് ലൂസാക്കിയിട്ടോ വെച്ചേക്കണം, അല്ലെങ്കിൽ സാമ്പാർ ഒഴിച്ച് കഴിക്കാനുണ്ടാവില്ല. വേഗം വേറൊരു പാത്രത്തോട്ട് പകർത്തട്ടും. അപ്പോൾ ദേ വടക്കുള്ളത് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചാക്കോനുള്ള റൈസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവൻ പോവാൻ ലേറ്റ് ആവും. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എഗ് റൈസാണ് കേട്ടോ. ബീഫ് റെഡിയാവുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഇങ്ങനെ ഫ്ലേവർഡ് റൈസ് ആക്ച്വലി ഇഷ്ടമില്ലായിരുന്നു. ഡെയിലി കൊടുത്തു വിട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ കൊടുത്ത ബീഫ് റൈസ് അവന് ഭയങ്കര ഇഷ്ടമായി. ചിന്ന എഗ് റൈസ് കൊടുത്തു വിടാമെന്ന്. കട്ട്ലറ്റ് ഞാൻ നോക്കിയിട്ടേ കൊടുത്തു വിടുകയുള്ളൂ. അങ്ങനെ കട്ട്ലറ്റ് അങ്ങനെ ഇപ്പം കഴിക്കുന്നത് കുറവായി. വെറുതെ ഉണ്ടാക്കി കൊടുത്തു വിടണ്ടല്ലോ, നോക്കാം. ഈ ചട്ടിയുടെ പ്രശ്നം പെട്ടെന്ന് അടിപിടിക്കും. അതുപോലെ മൊരിയാനും കുറച്ച് പാടാണ് ഈ ചട്ടിയിൽ. എന്താ ബീഫ് മണിക്കൂറുകളായിട്ട് കിടക്കുന്നതാണ്, അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാലുള്ള പ്രശ്നം ഒരു 3/4 ഭാഗം മസാല ചട്ടിയിലിരിക്കും. അപ്പോൾ സ്ലോ ഫ്ലെയിമിലിട്ടാൽ വലിയ പ്രശ്നമില്ല. ഇപ്പം മുട്ട ഇതാണ് ഉണ്ടാവാൻ പോണത്. പെട്ടെന്ന് ചൂടാവും, അങ്ങനൊരു ഗുണം ആ ചട്ടിക്കുണ്ട്. ഓ മൈ ഗോഡ്. ജീരകം മുട്ട കളയാൻ പറ്റില്ല, മുട്ടയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. നമുക്ക് ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് സബോളയൊക്കെ വഴറ്റാം. ബീഫ് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അരയ്ക്കുന്നതും ഇതിൻ്റെ റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ബാച്ചായിട്ടാണ് ഇപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. മറ്റേത് ഒറ്റയടിക്കിട്ട് അടിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളത്തിനൊരു പ്രശ്നം വരായിരുന്നു. അപ്പോൾ 3 ബാച്ചായിട്ടാണ് ഒരു ഗ്ലാസിൻ്റെ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തത്. ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, കായപ്പൊടി, ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ കൈ കൊണ്ട് അടിക്കണം, നല്ലത് ഓക്കെ ആവുള്ളൂ. മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീ കുറച്ചിടട്ടെ. പാത്രം ഇതവൻ രാവിലെയും കഴിച്ചിട്ട് പോകട്ടോ. അതാണ് ഞാൻ 2 മുട്ട ഇട്ടത്. രാവിലെയും മാമു കഴിച്ചിട്ട് പോകാനാണ് ചാക്കോയ്ക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ മൂടനുസരിച്ചിരിക്കും.
കൂടുതലും ചോറാണ് അവന് ഇഷ്ടം. എൻ്റെ അച്ഛനും അങ്ങനെ. നേരം വെളുത്ത് ഒരു കലം ചോറ് കൊടുത്താൽ അത്രയും സന്തോഷം. പക്ഷെ കറി വേണം. അപ്പം ഞാനിത് വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ. അതെ, വട ഫസ്റ്റ് സെറ്റ് മേക്കിങ്ങിലാണ്. ഇതിനകത്ത് മുതിര. മൈ ഗോഡ്, ചാക്കോച്ചിൻ്റെ ഫുഡ് റെഡിയാണ്. ടൈം ഈസ് 8:15. ഇത് ഫാസ്റ്റ് വട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി വടയാണ് കേട്ടോ. ഷേപ്പ് നോക്കണ്ട, ക്രിസ്പിയായിട്ട് വട ഉണ്ട്. ഓ മൈ ഗോഡ്, വടയുടെ ഷേപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണോ എന്തോ. ഓ, വൈ യു മേക്കിംഗ് സൗണ്ട്? ഡോണു ഗുഡ് മോർണിംഗ് പറയൂ. ഉറക്കെ പറഞ്ഞ എൻ്റെ മൈക്കിൽ കേൾക്കണം. ഗുഡ് മോർണിംഗ്. ഷോ പിടിച്ചില്ല, മറ്റേതില്ല. ഒരു ചമ്മന്തി മതി. നിഷ്കുവായി പെട്ടെന്ന്. ഡോണു ഇന്നലത്തെ അപ്പവും ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഓർ ചിക്കൻ കറി, വിച്ച് യു സജസ്റ്റ്? ഗുഡ്. ഷോ ശരിക്കും ഡാഡി എനിക്ക് ഡബിൾ ടിക്ക് തന്നോളൂ. ഇന്നലെ ബീഫുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ? സന്തോഷത്തിൽ പറയുന്നത് തന്നെ ഞാൻ പറയിപ്പിക്കണം. മുതിരയോ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഡബിൾ മൈൻഡഡ് ആണ്. ഓ സെയിം പിച്ച്. ഇതെന്തിട്ടാ സാധനം? എന്തിട്ടാന്ന്? നിർത്തി നിർത്തി ക്ലിയർ ആയിട്ട് പറയൂ. കേപ്പോ ഹണ്ടേഴ്സ്. ഇതെവിടെയാ കണ്ടതെന്ന്? പാട്ട് ഇത് കൊഞ്ചി പറയണം എന്തിനാന്ന്? ഓ, എന്നിട്ട് ഡാഡിക്ക് പറഞ്ഞു കൊടുക്കടാ. എന്നിട്ടാ എഴുതിയേക്കുന്നെന്ന്? ആ ആ എന്നിട്ടാന്ന്? ആ ഓ, ഫുൾ ഓഫ് രോഗികൾ. ഈ സൈഡിൽ രോഗികൾ, ആ സൈഡിൽ രോഗികൾ. ചാക്കോ കഴിച്ചു കഴിഞ്ഞ വാടാ? ഇഷ്ടായോ വാടാ? സൂപ്പറാണോ? തോമു റെഡിയാവോ? സ്കൂളിൽ പോവാം. വാ ചാക്കോ, റെഡിയാണോ? പ്രാർത്ഥിക്കേ, ഈശോട് പ്രാർത്ഥിക്കേ. കള്ളാ, വണ്ടി കൊടുക്കടാ, വണ്ടി കൊടുക്ക് പ്ലീസ്. സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല. മാം മേടിച്ചു നോക്കൂ. അവിടെ ഈ ബൈബിളിന്റെ പുറകിൽ ഒളിപ്പിച്ചു വെക്കും. അവിടെ ഒളിപ്പിച്ചു വെച്ചോ, ഒളിപ്പിച്ചു വെക്ക്. പ്രാർത്ഥിക്ക്. ഓ, ഈ ചെക്കൻ എന്നെ കൊണ്ട് അലപ്പിക്കും. അവിടെ പോയി നിന്ന് പ്രാർത്ഥന. ആ ബൈ പറ. അപ്പയോട് പറ ബൈ. മമ്മിയോട് പറയേ, മമ്മിയോട് പറയേ. ചാക്കോ, ഓ ഡാഡി വണ്ടി എടുത്തു. ടെൻഷനല്ലേ? ബൈ പറ. ചേട്ടൻ, ചേട്ടൻ കൂളി പോവാ. ഗുഡ് ബോയ് ആയിട്ട് പോണം കേട്ടോ. ഡാഡിക്ക് ടാറ്റ കൊടുക്കണേ. ഡാഡിക്ക് ടാറ്റ കൊടുക്കില്ലേ? ബൈ ബൈ. ഷിയോ. ആ ഇത് നോക്കടാ. ചാക്കോ ഇപ്പൊ ടാറ്റ തരൂടാ. ബൈ. നോക്കടാ, കഴുകി വെക്കാം. കാഴ്ച. ആങ്ങളെയും കുട്ടി ഒരു വശത്ത്, പെങ്ങളും കുട്ടി ഒരു വശത്ത്. വാവ്, അവശനിലയിലായ ആൾക്കാർ. പാച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റിയടാ? നീ കൊടുത്താണോ? എല്ലാവർക്കും ചുമ. നോക്കൂ, ഒരു പേവാട് പോലില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ബെഡില്, ഇൻക്ലൂഡിങ് മീ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.